السلام عليكم ورحمة الله. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. പരിശുദ്ധ ബഹുമാനികളായ ചങ്ങായിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാളെ ഇന്നത്തെ വിഷയ തറാവീഹ് ചൊല്ലതായിട്ട് വിശുദ്ധ റമളാന്റെ മൂന്നാമത്തെ നോമ്പിളായിട്ട് ഞങ്ങളുള്ളത്. അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മുഅ്മിനീകൾ തറാവീയത്ത് ചൊല്ലിയ പദത്തിലായിട്ട് കേൾക്കപ്പെട്ടത് വിശ്രാന്തി. അതിനർത്ഥം വിശ്രാന്തിയിലുള്ള ഒരു നിസ്കാരം. എല്ലാ 4 റക്അത്ത് ഒരു വിശ്രാന്തിക്കേട്. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തിൽ, ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തിൽ വന്നെനിക്കതായ ഒരു സമ്പ്രദായമായിട്ടിക്കട് നിസ്കാരമായിട്ടിക്കട് തറാവി നിസ്കാര ചൊല്ലിയത്. വിശുദ്ധ മുഅ്മിനീകളെ, ഇത് ഈ നിസ്കാരത്തെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തൻ്റെ കിതാബിലും ഉല്ലേഖനാക്കിയത് മാത്രമല്ല, ബുഖാരി മുസ്ലിം സഹിയായിട്ടുള്ള ബുഖാരി മുസ്ലിമുകളും റിപ്പോർട്ടുണ്ട് ഈ നിസ്കാരത്തെ വിഷയത്തിൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട്, മദീനത്തിൽ വെച്ചിട്ട് നിസ്കരിച്ചിട്ട് പാതിജാ സമയത്ത്, വിശുദ്ധ റമളാന്റെ പാതിജാവ് സമയത്ത് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോണ്ടിരുന്നത്. ഇതിനെ കണ്ട സഹാബത്ത് നബിയോടൊപ്പം പോയിട്ടിട്ട്, സഹാബത്ത് അങ്ങനെയല്ലേ, നബിയുടെ എന്തൊരു ഹറക്കാത്ത് സക്കനാത്തിൽ, ചലനവലനത്തിൽ പിന്തുടർന്നതിനാണ്. അപ്പോ ഈ നബി പാതിജാ സമയത്തിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ സഹാബത്തും പോയിട്ട് നിസ്കരിച്ചോണ്ടിരുന്നാണ്. അങ്ങനെ ഒരു 4, 2 നാൾ, 3 നാൾ ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ 4ാമത്തെ നാളില് സഹാബത്ത് വന്ന്, പക്ഷെ നബി വന്നിട്ടില്ല. അവിടെ സഹാബത്ത് പരസ്പരം നിസ്കരിച്ചിട്ട് ചെറിയ ജമാഅത്തായിട്ട് നിസ്കരിച്ചോണ്ട് പോയാൽ. ഇത് കണ്ടിട്ട് സുബൈ നിസ്കാരത്തിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ಯಾವಾಗ ಬಂದಿರಾರಲ್ಲೇ നിങ്ങൾ നിസ്കരിച്ചാറല്ലേ, ನಾನು ಬಂದಿട്ടില്ല എന്തേ ചൊന്നെങ്കിൽ നിങ്ങളെ ആവേശം കണ്ടിട്ട്, നിങ്ങളെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ನಾನು ഈ നിസ്കാരം ഫർളാവിടാ ചൊന്നിട്ട് പേടിച്ചിട്ടായിരിക്കും ನಾನು വന്നിട്ടില്ല. എന്നിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുണ്ട്. ചരിത്ര കിതാബിൽ ചൊല്ലുണ്ട് എൻ്റെ പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ അയാൾ ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്തിൽ റൂഡിക്ക് വന്നെനിക്കതായ ഒരു നിസ്കാരമായിട്ട് ആദ്യമായിട്ട് നിസ്കരിച്ചത് ഉമർ റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിലായിട്ട് നിസ്കരിച്ചത് ആദ്യമായിട്ട് 20 റക്അത്തുള്ള നിസ്കാരം. അപ്പോ 23 റക്അത്ത് ചൊല്ലിയ അഭിപ്രായത്തിൽ തറാവി നിസ്കാര, അതിൽ ഇമാം ബൈഹഖി ചൊല്ലിയത് 20 റക്അത്ത് തറാവി, 3 റക്അത്ത് വിത്റായിട്ട് നിസ്കരിച്ചത്. ഇനി തറാവി നിസ്കാരത്തിന്റെ രൂപ ഞങ്ങളെ സഹോദരിമാർ അഭിപ്രായപ്പെട്ട ഞങ്ങളുടെ ചാനലിലൂടെ. അപ്പൊ അതിൽ ഞാൻ പഠിക്കണം ആദ്യമായിട്ട് പരിശുദ്ധ മുഅ്മിനീകളെ. ഉസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. തറാവി നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്തായിട്ട് ഖിബ്ലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇത് നിയ്യത്താക്കിയിട്ട് ഞാൻ നിസ്കരിക്കട്ടെ. ഞങ്ങളുടെ വാസ്യം നിയ്യത്ത് നിർബന്ധമാണ്. ഏതൊരു നിസ്കാരത്തെ ഫർളല്ലേ നിയ്യത്ത് വെക്കലെന്നുള്ളത്. നിയ്യത്തില്ലെങ്കിൽ നിസ്കാരത്തിൽ എല്ലാ 2 റക്അത്ത്. തറാവി 20 റക്അത്താണെങ്കിൽ 10 സലാമോട് കൂടി നിസ്കരിക്കാൻ നിസ്കാരമായിട്ട് തറാവി നിസ്കാരം. അങ്ങനെ അത് പ്രായപൂർത്തി ബുദ്ധിശുദ്ധിയുള്ള എല്ലാ മുഅ്മിനാത്തുകളുടെ മേൽ മുഅക്കദായ സുന്നത്താണ്. മുഅക്കദ് മിടുക്കായ സുന്നത്താണ്. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്തെങ്കിൽ മറ്റേ മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലിയല്ലേ ഉള്ളു. റമളാനിൽ ഒരു ഫർള് ചെയ്തെങ്കിൽ മറ്റേ മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലിയുള്ളു. റമളാനിൽ ഇരട്ടി കിട്ടത്തതായ ഈ സവാബ്, ഈ ഓഫർ നിങ്ങൾ ഒരിക്കലും കൈവിടുക ചെയ്ത എൻ്റെ പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പോൾ സഹോദരിമാരെ അഭിപ്രായം എങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ നിയ്യത്ത് വെച്ചിട്ട് വജ്ജത്ത് മുതൽ സുന്നത്തുണ്ട്. ഇഫ്തിതാഹ് ഓതന്നെ. ഇനി ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്ത് വജ്ഹല്ലദി അത് കുറേ ബലിയാവെടുക്കണമെങ്കിൽ അതിന് സ്വാത്പരം സുബ്ഹാനക വബിഹംദിക അല്ലാഹുമ്മ അങ്ങനെയും മതി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക അങ്ങനെയും മതി. ഷോർട്ട് ഫോം കംപ്ലീറ്റ് ലോക്കൽ ഷോർട്ട് ആക്കണമെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ഇത് ഓതിട്ട് ഫാത്തിഹ ഓതി സൂറത്ത് ഓതിട്ട് എല്ലാ നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങൾ പോലെ നിസ്കരിച്ചിട്ട് സാവധാനത്തില് അള്ളാഹുവിനോട് തവാദു ആയിട്ട് ഖാശിയായിട്ട് ഖുശൂ ഭയഭക്തിയോടെ നിസ്കരിക്കൽ
വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുന്നുണ്ട് പരിശുദ്ധ മുഅ്മിനുകളെ. അത് ജമാഅത്തായിട്ട് സുന്നത്ത് പിന്നെയും മുഅക്കദായ സുന്നത്ത്, ജമാഅത്തായിട്ട് പിന്നെയും നിസ്കരിക്കൽ പിന്നെയും കൂലിയുള്ള ഒരു സംഭവമായിരിക്കും. അതായത് എതിരിൽ ഇമാമും ബാക്കിൽ മാമുകളും അയൽവാസികളും നിരക്കരയെല്ലാം കൂടിയിട്ട് പെണ്ണുങ്ങൾ പ്രത്യേകിച്ചിട്ട് പള്ളിയിൽ പൊതുവെ എല്ലാ പള്ളിയിലും മാഷാ അല്ലാഹ് നിസ്കരിച്ചുകൊണ്ട് ഉള്ള ജമാഅത്തായിട്ട് ഇമാം ജമാഅത്ത്, പള്ളി ജമാഅത്ത്, ഉസ്താദ് നിസ്കരിക്കുന്നത്, ബാക്കിൽ ഒരുപാട് ആൾക്കാർ 3-4 സഫ് എല്ലാ വർഷ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് നിസ്കരിക്കേണ്ട റൂപ്പായിട്ടിട്ട് ഇപ്പൊ ഞാൻ ഈ വിവരിച്ചിട്ടുള്ളത്. ആണുങ്ങളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എതിരിൽ ഒരു ഇമാമും ബാക്കിൽ മാമുമായിട്ട് നിസ്കരിച്ചെങ്കിൽ 27 ഇരട്ടി കൂലിയുള്ള ഒരു ആരാധനയായിട്ട് പരിശുദ്ധ മുഅ്മിനുകളെ എല്ലാ ജാവും നിസ്കരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ വജ്ജഹത്ത് ഓതില്ലെങ്കിൽ കറാഹത്ത് കിട്ടേണ്ട അഭിപ്രായമുണ്ട്. ഇതെല്ലാം നിസ്കരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പിന്നെ വന്ന ശേഷകാലത്തിലുള്ള ഖുലഫാ റാഷിദീന്റെ കാലത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നിക്കത്തതായ ഒരു സമ്പ്രദായമായിട്ട് ഈ നിസ്കാര ചൊല്ലത്. ഇത് തറാഹയുടെ അർത്ഥം വിശ്രാന്തി, റെസ്റ്റ് എടുക്കല്. അതായത് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മൻ സാമ റമളാൻ, മറ്റൊരു ഹദീസിലുണ്ട്. അപ്പെങ്കിൽ ആരെങ്കിലും ഒരു മനുഷ്യൻ ജാവ് പിന്നെ നിന്ന് നിസ്കരിച്ചെങ്കിൽ ഖിയാമുൽ ലൈൽ ചൊല്ലു പേരുമുണ്ട്. രാത്രി മുഴുവനും ഹയാത്താക്കുന്നുണ്ടല്ലേ റമളാൻ മാസത്തിന്റെ. അത് പിന്നെ ഈ ഹദീസിൽ പഠിപ്പാട്ടിട്ട് ആരെങ്കിലും റമളാൻ മാസത്തില് നിന്ന് നിസ്കരിച്ചാൽ പ്രതിഫല അപേക്ഷയോടുകൂടി ഈമാനോടുകൂടി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ, അവന്റെ എല്ലാ മുൻകഴിഞ്ഞ ദോഷങ്ങളെ അള്ളാഹു പൊറുക്കപ്പെടുന്നത്. മുൻകഴിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞിപ്പോയതായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെങ്കിൽ, ഡിലീറ്റ് ആക്കണമെങ്കിൽ ഈ നിസ്കാരം ഞങ്ങൾക്ക് എത്രമാത്രം ഒരു നല്ല കാര്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. ആയതുകൊണ്ടിട്ടു ഞങ്ങൾ നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം. നിസ്കാരത്തിലൂടെ ആ ഗുഫിറ ലഹു ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തണം. അള്ളാഹു പിന്നെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊരു റൂപ്പായിട്ടേക്ക് ഞങ്ങൾ വിവരിച്ചത്. അള്ളാഹു ഇതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.